ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഹരേ ശരണമയ്യപ്പ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറായിരം പ്രേമാശംസകൾ. പ്രേമവും ഭക്തിയും ഒന്നായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന എല്ലാവരുടെയും ജീവിതം പ്രേമപൂരിതമാകട്ടെ. ജീവിതവും ലക്ഷ്യവും വഴിയും മാർഗവും ഭഗവത് പ്രേമമാക്കി മാറ്റിയാൽ അവൻ്റെ ജീവിതമാണ് ജീവിതം. പത്മപത്രമിവംബസ, ആ ജീവിതത്തിനെ ഋഷി പറയുന്ന വാക്കാണ് പത്മപത്രമിവംബസ. താമര ദളം പോലെ സുഗന്ധപൂരിതമായി, താമര പോലെ വർണ്ണപ്രപഞ്ചമായി, താമരയ്ക്കകത്തുള്ള മധുപോലെ ജീവിതം. ഇതാണ് ഭാവാതീതം ത്രിഗുണരഹിതമായ ആ സദ്ഗുരുവിൻ്റെ അനുഗ്രഹം. ഇത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, അറിയണം, അനുഭവിക്കണം. ഇതാണ് ജീവിതം, ഇതായിരിക്കണം ജീവിതം. ഇത് നമ്മുടെ മക്കൾക്കിതിൻ്റെ മഹത്വം എന്താണ്, ഈ വേദാധിഷ്ഠിത ജീവിതം, ഈ ഭഗവത്ഗീത അധിഷ്ഠിതമായ ജീവിതം, ഭാഗവത അധിഷ്ഠിതമായ ജീവിതം, ഇതാണ് വൈദിക സംസ്കൃതി, വേദവിഹിതമായ ജീവിതം. അപ്പോഴെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഒന്നുമില്ല. അനുനിമിഷം നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ ജീവിക്കുന്ന ജീവിതമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതം പ്രശ്ന കലുഷിതമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള രാജപാതകൾ നമുക്ക് കാണിച്ചു തരുന്നു, നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ഉൾക്കൊള്ളിക്കുന്നു, ഉള്ളിൽ കൊള്ളിക്കുന്നു, ഉള്ളിൽ മനസ്സിലാക്കിക്കുന്നു, ഉള്ളിൽ അറിയിക്കുന്നു. എന്ത്? ഈ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗം. ഇങ്ങനെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കുന്ന ഒരു ആചാര്യനായി മാറണം നമ്മളെല്ലാവരും. ആചാര്യയായി മാറണം നമ്മളെല്ലാവരും. അപ്പോഴോ യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോ സ്ഥതോ ജന സയത് പ്രമാണം കുരുതേ. ഇത് പ്രമാണമായി മാറും. ആർക്ക്? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി, അതിൻ്റെ മാധുര്യം മനസ്സിലാക്കി, അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കണ്ട കാര്യങ്ങൾ ആചാര അനുഷ്ഠാനമാക്കി ഞാൻ കൊണ്ടു നടക്കുന്നു. ഇതാണ് പ്രമാണം. ഈ പ്രമാണത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ അട്ടിമുട്ടി ഒരു പരിവർത്തനം ചെയ്യാൻ നമ്മൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാണണം. ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട്, ഉള്ള സമ്പാദ്യം വെച്ചുകൊണ്ട്, ഉള്ള സാഹചര്യം വെച്ചുകൊണ്ട്, ഉള്ള സൗന്ദര്യം വെച്ചുകൊണ്ട്, ഉള്ള കുടുംബ സൗകര്യം വെച്ചുകൊണ്ട് എങ്ങനെ
ജീവിതം സന്തോഷ സംതൃപ്തമായി കൊണ്ടു നടക്കാം. ശ്രദ്ധിക്കണം, എങ്ങനെ മനഃശക്തിയും മനോബലവും അതുവഴി ആത്മവിശ്വാസവും, നമ്മൾ മനഃശക്തിയിൽ തളരാതെ തകരാതെ ജീവിക്കണം. നമ്മൾ മനോബലത്തിൽ നമ്മൾ ജീവിക്കണം. ഇത് നമ്മുടെ മക്കൾ കാണണം. നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസം, ഞാനത് ചെയ്തിരിക്കും, ഈഫ് ഇൻ എനി കോസ്റ്റ്, ഞാൻ എൻ്റെ ടാർഗറ്റ് ഈഫ് ഇൻ എനി കോസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കും. ഇതിന് നാം കിണഞ്ഞു പരിശ്രമിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ട് വളരണം. ഇത് ഋഷി നമ്മളെ കാണിച്ചു തരുന്നത് ഒരു പക്ഷിയെയാണ്. നമുക്കറിയാം, രാമായണം വരുന്നത് തന്നെ മാനിഷ്ഠാത പ്രതിഷ്ഠാന്താം എന്ന് പറഞ്ഞ ശ്ലോകം തുടങ്ങുന്നത് തന്നെ യത് ക്രൗഞ്ച മിഥുനാംനേക മവധിം കാമമോഹിതം. നമുക്കറിയാം, ഒരു പക്ഷിയല്ലേ, ഈ പക്ഷികളെയാണ് ഋഷി ജീവിതത്തെ കാണിച്ചു തരുന്നത്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ദിവസം തമിഴ്നാട്ടിലെ ഒരു അഗ്രഹാരത്തിലെ ഒരു സ്കൂളിലെ, അവിടുത്തെ ശിവക്ഷേത്രത്തിൻ്റെ പേരെന്താണ്, കാശി രാമേശ്വരം ക്ഷേത്രത്തിന് അരികിലുള്ള കടൽത്തീരത്തിലോട്ട് കുറച്ച് കുട്ടികളെയും കൊണ്ട് ഒരു പട്ടര്, ഒരു അയ്യര് സ്വാമി കടൽത്തീരം കാണാൻ വേണ്ടി പോവുകയാണത് സായം സന്ധ്യയ്ക്ക്. അങ്ങനെ സന്ധ്യയ്ക്ക് ഈ രാമേശ്വരം ക്ഷേത്രവും അവിടുത്തെ ദർശനവും ഇതൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെയൊക്കെ കൂട്ടി ഈ അയ്യര് സ്വാമി കടൽത്തീരത്ത് പോയി കടൽ കാണിച്ചു കൊടുത്ത് ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടി ചോദിക്കുന്നത്, അറിയോ ആ കഥ അറിയോ, ഒരു കുട്ടി ചോദിക്കുന്നത് ഈ പക്ഷികൾ പറക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന്. അപ്പോൾ ആ പട്ടര് അയ്യർ അധ്യാപകൻ അതിന് ഡെമോ കൊടുത്തു. ആ പക്ഷികൾ പറക്കുന്നത് അതിൻ്റെ എല്ലിന് വെയിറ്റ് കുറവാണ്, അതിൻ്റെ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പ്രത്യേകത എന്താണെന്നും, അവയുടെ കൊക്ക് ഫ്രണ്ടിൽ വെച്ച് എയറോ ഡൈനാമിക് സിസ്റ്റവും ഈ എയറിൻ്റെ തിക്നെസ്സിനെ മുറിച്ച് പറക്കുന്നതും, ഈ പക്ഷികൾ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് വേദങ്ങളിലൂടെ, വേദത്തിൻ്റെ ടച്ച്. പക്ഷിക്ക് മരക്കൊമ്പിൽ പോയി ഇരിക്കുന്നു, ആ മരത്തിനെ അതിനൊട്ടും വിശ്വാസമില്ല, ആ മരക്കൊമ്പിനെയും വിശ്വാസമില്ല, മറിച്ച് ആ പക്ഷികൾക്ക് പക്ഷിയുടെ ചിറകുകളിലാണ് വിശ്വാസം, സ്വന്തം ചിറകുകളിലാണ്. ഇതാണ് ആ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് ആ അധ്യാപകൻ ആ കുട്ടിയെ പഠിപ്പിച്ചു. എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്ന ഈ കുട്ടിയെയും പഠിപ്പിച്ചു. ഈ കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേക്കും ആ കുട്ടിയുടെ ബ്രെയിനിൽ ആ അധ്യാപകൻ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ സീഡ്, വിത്ത്, ഇതാണ് വേദവിത്ത് ആ അയ്യര് പാവിയിരുന്നു. അത് വികസിപ്പിച്ച് മിസൈൽ മേനായി ആ കുട്ടി വളർന്നു. ഇതാണ് APJ അബ്ദുൽ കലാം. ഈ അബ്ദുൽ കലാം എപ്പോഴും തൻ്റെ ആത്മവിശ്വാസാധിഷ്ഠിതമായിട്ടാണ് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് വികസിപ്പിച്ചത്. ഈ പക്ഷി എപ്പോഴും കൊമ്പിനെ വിശ്വസിക്കാറില്ല, മറിച്ച് അവനവനിലെ ആത്മവിശ്വാസത്തെ, ഈ ആത്മവിശ്വാസത്തിൽ ഞാനും നിങ്ങളും ഉയരണം, വളരണം. എങ്കിലേ നമ്മുടെ മക്കളും വരും തലമുറയും തകരാതെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം മനോവികാസമായിരിക്കണം. മനോവികാസമാണ് ആത്മവിശ്വാസത്തിൻ്റെ മറ്റേ പൈലിംഗ് ഇല്ലേ, മെട്രോയുടെയൊക്കെ പില്ലർ ഉള്ളാണക്കിനെ നമ്മൾ ആദ്യം പൈലിംഗ് ചെയ്ത് പില്ലർ ഉണ്ടാക്കൂലേ, ഇത് ഈ മനോവികാസത്തിൻ്റെ ട്രേഡ് സീക്രട്ടാണ്, ഫൗണ്ടേഷനാണ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആചരിക്കുന്ന ആചാരങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് പറഞ്ഞു പാടുള്ളൂ. ഞാൻ ഈ വേദങ്ങൾ 40 വർഷമായി ഉപാസന ചെയ്യുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, ഇത് പ്രചരിപ്പിക്കുന്നു. ഇതും
99.9% ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ്. ഞാൻ എൻ്റെ അച്ഛനോട് പറയും, ഞാൻ എൻ്റെ അമ്മയോട് പറയും, ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, സഹോദരന്മാരോട് പറയും, എൻ്റെ മക്കളോട് പറയും, എൻ്റെ സുഹൃത്തുക്കളോട് പറയും. എന്ത്? മദ്യപിക്കരുത് എന്ന്. ഞാൻ മദ്യപിക്കില്ല. പുകവലിക്കരുത് എന്ന്. ഞാൻ പുകവലിക്കില്ല. ശവക്കറികൾ കഴിക്കരുത് എന്ന്. ഞാൻ കഴിക്കില്ല. പകരം ശ്രീശങ്കര ഭഗവത്പാദരുടെ ശിവാനന്ദ ലഹരി പഠിക്കണമെന്ന് പറയും. എന്ത്? ശിവാനന്ദ ലഹരി പഠിക്കണമെന്ന് പറയും. ശിവാനന്ദ ലഹരി ഉള്ളിടത്തോളം കാലം നമുക്ക് ജീവിതത്തിന് ലഹരിക്കൊരു പഞ്ഞവും കിട്ടില്ല. അപ്പോൾ ഈ ശിവാനന്ദ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ മൊത്തം പവിഴവും നമുക്ക് നേടാം. ഈ ശിവാനന്ദ ലഹരിയിൽ നമ്മുടെ കുടുംബവും മുങ്ങിക്കോളും. നമ്മളെ കുടുംബത്തിന് മനോവികാസത്തിലൂടെ അവരുടെ വികസന വ്യക്തിത്വമായി വളരും. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തിക്കും അവരുടെ വികാസം മനോവികാസമായി മാറും. അപ്പോഴോ ഈ ഒരു ഞാനും കണ്ണുകാർ പറയല്, ഞാനും എൻ്റെ കുട്ടികളും ഓള കുട്ടികളും, ഞാനും എൻ്റെ കെട്ടിയോളും ഓള കുട്ടികളും ഇവിടെ നിന്നും പുറത്ത് കടക്കാൻ പറ്റും. സ്വാർത്ഥതയുടെ പര്യായമായ ജീവിതത്തിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് കടക്കാൻ പറ്റുമ്പോഴോ നിസ്വാർത്ഥതയുടെ അനന്തമായ നീലിമയിലോട്ട് നമുക്ക് കയറാൻ സാധിക്കും. ഈ അനന്തതയുടെ നീലിമയാണ് ഈശ്വരനല്ല, ഈശ്വരീയത എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഈശ്വരീയതയാണ് SCRVIC എന്ന സർവീസ്. ഈ സർവീസിലൂടെ മാനവ പൂജ മാധവ പൂജയാക്കണം, നരപൂജ തന്നെ നാരായണ പൂജയാക്കണം. അപ്പോഴോ ആ വ്യക്തിത്വം അങ്ങോട്ട് വികസിച്ച് ഉയരും. അങ്ങനെയുള്ളതാണ് കട്ടപ്പുറം സുധാമണി മാതാ അമൃതാനന്ദമയിയായി വളർന്നു വന്നത്. നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോഴോ ആ ഒരു സ്നേഹപരമ്പര നമുക്കെല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ പരാതിയാണ്. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, അച്ഛൻ എന്നെ സ്നേഹിക്കുന്നില്ല. ഈ കുട്ടികൾ പ്രേമമെന്ന ദുരന്തത്തിൽ കാമത്തിൻ്റെ പിറകെ പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ച്, പ്രേമവും കാമവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രേമത്തിൽ, യഥാർത്ഥ പ്രേമത്തിൽ കരുതലാണ് ഉണ്ടാകുക. അതിൽ കാമമില്ല. കാമത്തിൽ കരുതലുണ്ടാവില്ല, പ്രേമത്തിൽ കാമമുണ്ടാകില്ല. അപ്പോൾ ഇത് നമ്മളെ മക്കളെ ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ഈ പ്രേമ ദുരന്തത്തിൽ പെട്ടുപോവില്ല. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയകളിലും സർവ്വ മീഡിയകളിലും കാണാൻ പറ്റുന്നത് എന്താണ്? പ്രേമ നൈരാശ്യം. സോഷ്യൽ മീഡിയ എടുത്തു നോക്കും. ഇന്നലെ ആലപ്പുഴയിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത്, പ്രേമത്തിൽ കുടുക്കിൽ പെട്ടിട്ട്. ആശ്ചര്യം, ഇതെങ്ങനെ സാധിക്കുന്നു? 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എങ്ങനെ ഫാനിലെത്തുന്നു? ഈ കെട്ടാൻ എങ്ങനെ പഠിക്കുന്നു? ഈ പ്രേമത്തെക്കുറിച്ച് കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പോൾ ശ്രദ്ധിക്കണം, ഈ കാമത്തെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്നേഹമായിട്ട്. അപ്പോൾ യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ദിശാബോധവും യഥാർത്ഥമായ സ്നേഹവും യഥാർത്ഥമായ ജീവിതവും യാഥാർത്ഥ്യവും എന്താണെന്ന് ആത്മവിശ്വാസത്തിലൂടെ അറിയണം. അതിനാണ് ആ പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ. ആ പരമപ്രേമം തന്നെയാണ് ഭക്തി. അത് തന്നെയാണ് ഗോപികമാർ നമ്മളെ ഇത് പഠിപ്പിക്കാനാണ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിൽ 12 സ്കന്ധങ്ങളിലൂടെ വേദവ്യാസ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഗോപികമാരെന്ത് പറഞ്ഞിട്ടത് നമുക്കറിയാം. എടുത്തു നോക്കൂ, പഠിക്കണം. എല്ലാവരും പറയും മേനിരേ ഭഗവത് രൂപം, ഭഗവാന്റെ രൂപം തന്നെയാണ് മേനിരേ ഭഗവത് രൂപം. ശാസ്ത്രമാണിത്. ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാൻ. വായനക്ക് കേൾക്കുകയല്ല വേണ്ടത്, വായന ഖാനയല്ല. ആചാര്യന്മാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട അതിന് ഞാൻ ഉത്തരവാദിത്വമല്ല. വേദവ്യാസ ഭഗവാൻ പറഞ്ഞത് പഠനാൻ. ഇത് പഠിക്കണം. ഞാൻ പറഞ്ഞതല്ല, വേദവ്യാസ ഭഗവാൻ ഭാഗവതത്തിൽ റിട്ടേൺ ആയിട്ട്
പ്രഥമ സ്കന്ധത്തിൽ എഴുതി വെച്ചിരിക്കുകയാണിത്. എന്ത്? പഠന. ഇത് പഠിക്കണം. അപ്പോൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഈ ഗോപികമാരുടെ ഈ പരമപ്രേമം നമുക്കും ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മുടെ ഭാര്യയോട്. ഈ ഗോപികമാരുടെ ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ ഭാര്യ നമ്മളോട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഈ ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ മക്കളോട് നമുക്കുണ്ടാവണം. ഈ ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ മക്കൾക്ക് നമ്മളോട് വേണം. നമ്മുടെ അച്ഛനോടും അമ്മയോടും ഗോപികമാർക്ക് ഭഗവാനോടുള്ള പരമപ്രേമം വേണം. അപ്പോൾ ഈ ഭാഗവത ധർമ്മം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എടുത്ത് നോക്കണം. ഉള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ ഉടനെ ഗുരുവായൂർ പോയി തൊഴുത ഉടനെ ഭാഗവതം മേടിക്കണം, പഠിക്കണം. അതിൽ ദശമസ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലാണ് ആ ഗോപിക ഗീതം മുഴുവൻ എടുത്ത് നോക്കണം. നെഞ്ചോട് ചേർക്കണം. ഇത്ര മധുരമായിട്ട്, ഇത്ര സിമ്പിളായിട്ട് വേദവ്യാസ ഭഗവാൻ സംസ്കൃതത്തിലോ മലയാളത്തിലോ ഏത് ഭാഷയിലാണ് ഒന്നും നോക്കണ്ട, ചുമ്മാ അങ്ങോട്ട് വായിച്ചാൽ മതി. ഒരു 3-4 പ്രാവശ്യം, ഒരു 5-10 പ്രാവശ്യം ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾക്കൊന്നും അറിയണ്ട. ഭാഗവതം എടുക്കുക, ദശമം എടുക്കുക, 31-ാമത്തെ അധ്യായം എടുക്കുക, 4-ാമത്തെ ശ്ലോകം എടുക്കുക, ചുമ്മാ ഒരു 10 പ്രാവശ്യം കൂടെ വായിക്കുക. അതിൻ്റെ ആൻസർ ബ്രെയിനകത്ത് കിട്ടും. കാരണം ജന്മാന്തരേ ഭവേത് പുണ്യം. ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇത് ഞെക്കിയിട്ട് കേൾക്കാൻ കാരണം ഈ ഭാഗവതവും ഈ വേദവും ഈ ഭഗവത്ഗീതയും നിങ്ങളും തമ്മിലുള്ള ബോൺ അറ്റാച്ച്മെൻ്റാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കും. നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിന മന്ദരാത്മദൃഗ് വിഘനസാർത്ഥിതോ വിശ്വഗോപ്തയോ സഖ ഉദേയിവാൻ സാത്വതാം കുലേ ഖലു ഗോപികാ നന്ദനോ ഭവാൻ. ഈ ഭവാൻ ആരാണ്? ഗോപികമാർ. നഖലു നമ്മുടേതല്ല, എൻ്റേതല്ല. ഈ വേദങ്ങളിൽ മുഴുവൻ, ഈ ഹോമങ്ങൾ മുഴുവൻ ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സുർവം അല്ലെങ്കിൽ ജുഹ്വം എന്ന് പറഞ്ഞ സാധനം അത് ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ഹോമം നോക്കുമ്പോൾ ഇതം നോ മമ, ഇതം നോ മമ, ഇതെൻ്റേതല്ല, ഇത് ഞാൻ ഡിവൈസായിട്ട് ഈശ്വരനെയും ജഗദീശ്വരനെയും ഏത് ദേവനാണിച്ചാൽ ദേവതനെ ഹോമിക്കുന്നു പറയും. ഇതുപോലെ നഖലു ഗോപിക നന്ദനു, ഞങ്ങളുടെ ഒന്നും ഭഗവാനല്ല ഇദ്ദേഹം, ഈ കൃഷ്ണൻ. പിന്നെ അഖിലദേഹിന, ഈ പ്രപഞ്ചത്തിലുള്ള സർവഭൂതങ്ങളും രൂപനാമാത്മകമായ എന്തൊക്കെയുണ്ടോ ഈ ദേഹങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അന്തരാത്മദൃക്ക്, അന്തരാത്മാവിലുള്ള ദൃക്കായിട്ട് സാത്വതാം കുലേ, യാദവകുലത്തിൽ ജനിച്ചു എന്ന് മാത്രമേയുള്ളൂ. ഉദൈവേൻ, ഉദേയിവാൻ, ഉദിച്ചുയർന്നു, ശ്രദ്ധിക്കണം, ഉദിച്ച് ഉയർന്നു, അവതരിച്ചു. ജഗദീശ്വരൻ രൂപനാമാത്മകമായി കൃഷ്ണനായി ഇവിടെ ഇറങ്ങി വന്നു. അവതാരം, അവതാരം, ഇറങ്ങി വന്നു, ഇറങ്ങി വന്നു, അവതാരം. അപ്പോൾ ഇറങ്ങി വന്നിട്ട് എവിടെ? സാത്വതാം കുലേ, യാദവകുലത്തിൽ ഉദൈവേൻ, ഉദിച്ച് ഉദിച്ച് നിശീതേ തമോദ്ഭൂതേ ജായമാനാ ജനാർദ്ദന, ആ ഇരുട്ടിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇരുട്ടിൽ അവതരിച്ചു. ഉദൈവേൻ, ഉദിച്ചു. ഇനി നമ്മൾ സ്വയം ഉയരണം. കൃഷ്ണൻ ഉയരാൻ തയ്യാറാണ് ഹൃദയത്തിൽ. നമ്മൾ സ്വയം ഉയരണം. എങ്ങനെ? ഉദ്ധരേതാത്മനാത്മാനം. സ്വയം ഉയരണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ സ്വയം ഉയരുമ്പോഴാണ് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക. നമ്മൾ ആ സെൽഫ് കോൺഫിഡൻസ് ഉദിച്ചുയരുന്ന് വളരുന്ന് നമ്മളെ മക്കൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വിശ്വഗുപ്തയേ, ലോകത്തിനെ തന്നെ ഉയർത്താൻ, ലോകത്തിനെ തന്നെ സംരക്ഷിക്കാൻ, സകല ചരാചരങ്ങളെയും ഉയർത്താൻ. ഇതിന് ഭഗവത്ഗീതയിലെ ശ്ലോകം ഭഗവാൻ അപ്പുറത്ത് എഴുതി വെക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഇഞ്ചക്ഷനാണ്.
ഇതിങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് സൗന്ദര്യം ഡയറക്റ്റായിട്ട് അവജാനന്തി മാ മൂഢ മനുഷ്യൻ തനുമാശ്രിതം പരംഭാവമജാനന്ദം മമാവ്യയ മനുത്തമം. ഇവിടെ അവജാന് മൂഢന്മാരാണ് പറയുന്നത്. ഞാൻ അവതരിച്ചു, ഞാനിത് കൃഷ്ണൻ അവതരിച്ചു, സത്യമാണ്. 124 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോൾ സ്വധാമത്തിലോട്ട് പോയി. പിന്നെ സ്വധാമത്തിലോട്ടാണ് ഭഗവാൻ പോയത്, വേറെ എവിടെയുമല്ല. ഈ സ്വധാമമാണ് നമ്മുടെ ഹൃദയം, സ്വധാമമാകണം നമ്മുടെ ബുദ്ധി, ഈ ഭഗവാന്റെ സ്വധാമമാകണം നമ്മുടെ ചിന്തകൾ. അപ്പോൾ ഈശ്വരീയമായ പ്രേമാത്മകമായ പരമപ്രേമമായ ഒരു ജീവിതം, ഇതല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഗോപികമാർ ഇതുപോലെ തന്നെ ദശമത്തിൽ വേറൊരു രസമുണ്ട്. ഗോപികമാർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. നമ്മളൊക്കെ ഇത് വീട്ടിൽ എഴുതി വെക്കണം. എന്നിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കരുത് കേട്ടോ, ഒരിക്കലും നമ്മളെ മക്കളെ പഠിപ്പിക്കരുത്. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ അമ്മ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛൻ ആചാര്യനായിരുന്നു, എൻ്റെ അച്ഛൻ ചൊല്ലുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ്. എൻ്റെ അമ്മ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഈ മന്ത്രം, ഗോപികമാർ ചൊല്ലുന്ന മന്ത്രം ചൊല്ലുന്ന കേട്ട് ഞാൻ പഠിച്ചതാണ്, എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതുപോലെ നമ്മളും ചൊല്ലണം, നമ്മളും പഠിക്കണം, നമ്മളും അറിവ് നേടണം. ഈ അപ്പോൾ ബ്രാഹ്മേ മുഹൂർത്തമുത്തായ കൃതശൈവ വിധിശ്രവ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു അത്ഭുതം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും തിരക്കുള്ള ദിവസമാണ്, വെളുപ്പിന് ഞങ്ങൾ ഈ വാദ്യാർമാരാണ്. അപ്പോൾ ഏതെങ്കിലും ഇല്ലങ്ങളിൽ ഈ ഹോമങ്ങൾ ഇതൊക്കെ ചെയ്യാനുണ്ടാവുകയെ, എന്തെങ്കിലും പ്രതിഷ്ഠ എന്തെങ്കിലും ഉണ്ടാവുകയെ, അതിന് പോകുമ്പോൾ അമ്മയോട് പറയും, സുവർണി, എൻ്റെ അമ്മയുടെ പേര് സുവർണയാണ്, നാളെ എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രതിഷ്ഠയുണ്ട്, അല്ലെങ്കിൽ ഇന്ന പൂജയുണ്ട്, അല്ലെങ്കിൽ ഇന്നത് വേണ്ട, നീ തലേന്ന് ദിവസത്തെ തേവാരത്തിന് പൂ പറിച്ച് വെച്ചോളൂ. തലേന്ന് ദിവസത്തെ തേവാരത്തിന് പൂ പറിച്ച്, അപ്പോൾ മൊട്ട് പറിച്ച് വെക്കുക ചെയ്യുക. ശ്രദ്ധിക്കണം, ഈ പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പൂജ ചെയ്യാൻ തലേന്ന് ദിവസേ മൊട്ട് പറിച്ച് വെക്കും, ചെമ്പരത്തി പൂവിൻ്റെ മൊട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞാൻ നല്ല എഴുന്നേറ്റ് പോകുമ്പോൾ അച്ഛൻ ഈ പൂജയ്ക്ക്, അമ്മ പൂജയ്ക്ക് ഒരുക്കുന്നുണ്ടാവും വെളുപ്പിന്. അപ്പോൾ ജഡമായ മൊട്ടാണ് പറിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, ജഡമായ മൊട്ട് രാവിലെ എങ്ങനെ വിരിഞ്ഞു വരുന്നു. അപ്പോൾ ഈ മൊട്ടിനകത്ത് ജഡമല്ല, അതിനകത്ത് അന്തരാത്മദൃക്ക്, ഇതിൻ്റെ ഉള്ളിൽ അന്തരാത്മാവായി ഈശ്വരൻ ഉണ്ടായത് കൊണ്ടല്ലേ ഈ മൊട്ട് വിരിയുന്നത്. ഈശ്വരനോ തിരുമേനി ഞങ്ങൾക്കിതിലൊന്നും വിശ്വാസമില്ല, വിശ്വസിക്കേണ്ടോ, കോസ്മിക് എനർജി ഐൻസ്റ്റീൻ പറഞ്ഞ അതിൽ വിശ്വാസമുണ്ട്. എന്നാൽ ഈ കോസ്മിക് എനർജി തന്നെയാണ് ഈശ്വരനായിട്ട് അതിനകത്ത് തലേ ദിവസം പറിച്ചു വെച്ച മൊട്ട് വിടരുന്നത്. ഇത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഗോപികാഗീതത്തിലെ നഗല ഗോപിക പഠിക്കണം. ഇനി അടുത്ത ഇതുപോലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അല്ല. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ട് നമ്മളെ കുട്ടികളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയി കുറെ ദൂരെ കാർ ഇറക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങണം. അപ്പോൾ ചൊല്ലി അമ്പലത്തിലെത്തി ഗോപുരം, ഓ അത് ശരി, ഇങ്ങനെ നാമജപം കൊണ്ട് ശക്തമായ റിസർവോയറാണ് ഈ ക്ഷേത്രമതിൽ എന്ന് നമ്മളെ കുട്ടികൾക്ക് സ്വയം തോന്നണം. നമ്മൾ ജപിക്കുന്ന കാണുമ്പോൾ അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയാലോ ഇത് തന്നെ ജീവനുള്ള കൃഷ്ണനോട് ഗോപികമാരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് വേണ്ടേ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ സർവ്വ ഇതും ഭഗവാനോട് കെഞ്ചല്. ഭഗവാൻ ഈ നാണക്കേടാവും, മേശാന്തിക്ക് നാണക്കേടാവും, കീശാന്തിക്ക് നാണക്കേടാവും, അർച്ചനക്ക് റെസീറ്റ് എഴുതുന്ന ആൾക്കും നാണക്കേടാവും. ഏതായാലും ശരി, നാണക്കേട് ഉള്ള ആൾക്കാരൊക്കെ ഇനി മുതൽ ഇതൊന്നും പോയിട്ട് ഇതുപോലുള്ള ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. ഗോപികമാർ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കൃഷ്ണനോട് എന്താണ് ചൊല്ലിയത്, നമുക്കിത് ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലും പോയി ചൊല്ലാവുന്നതാണ്. അപ്പോൾ നോക്കണം, ഇവിടെ ദശമത്തിൽ തന്നെയാണ് ഇതും. ദശമത്തിൽ 2-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കണം, 48-ാമത്തെ ശ്ലോകം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഉദ്ദീപ് ചൈതന്യജിയുടെ സപ്താഹം കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എല്ലായിടത്തും എപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ICU യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഡോക്ടർ ഇഞ്ചക്ട് ചെയ്ത്, നേഴ്സ് ഇഞ്ചക്ട് ചെയ്ത് അസുഖം മാറ്റി
പെർഫെക്റ്റ് ആയിട്ട് 7-ാം ദിവസം ഡിസ്ചാർജ് ചെയ്യുന്ന പോലെ ഉദ്ദീത് ചൈതന്യജി ഓരോ ജീവിത രോഗികളെയും ജീവിത രോഗത്തെ മുഴുവൻ മാറ്റും. 7 ദിവസം ഇഞ്ചക്ഷൻ നടത്തിയിട്ട് 10 ഉപനിഷത്തും നിങ്ങളെ പഠിപ്പിക്കും. എവിടെ സപ്താഹം കേട്ടോളൂ. ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം, ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം, യോഗേശ്വരൈ ഹൃദി വിചിന്യമഘാതബോധൈ, സംസാരകൂപ പതിതോത്തരണാലവംബം, സംസാരകൂപ പതിതോത്തരണാവലംബം, സംസാരകൂപ പതിതോത്തരണാവലംബം. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചൊല്ലുന്നത്. ഗേഹഞ്ജുഷാമപി മനസ്യുദീയാത് സദാ, ഗേഹഞ്ജുഷാമപി മനസ്യുദീയാത് സദാ. ഇവിടെ ശ്രദ്ധിക്കണം, മനസ്സിൽ ഈ കൃഷ്ണൻ ഗോപികമാർ പറയുന്നു എൻ്റെ മനസ്സിലാണ് ഉദിക്കേണ്ടത്. ഈ സപ്താഹത്തിന് പോയിട്ട് ആചാര്യന്മാരൊന്നും പറയുന്ന രീതിയിലൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഈ രാസലീലകളൊക്കെ മനസ്സിലാണ് ഉദിക്കുന്നത്. മനസ്സിലാണ് രാസലീലകള്, രാസക്രീഡകള് മനസ്സിലാണ്, ശരീരത്തിലല്ല. ശരീരത്തിലല്ല. ഇവിടെ പറയുന്നു മനസ്സുദീയാത് സദാ. എപ്പോഴാണ്? സദാ, എപ്പോഴും. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. ആ മുഖത്തു നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. ഗീത എന്ന ഗ്രന്ഥത്തിൻ്റെ, ഗീത എന്ന നാമധേയത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളൊരു വാലാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. അദ്ദേഹം പറയും, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോയി ബാക്കിയുള്ള ദിവസങ്ങൾ കുരിശ് കൃഷി നടത്താമെന്ന്, മറ്റുള്ള ആൾക്കാർക്ക് 5 നേരം നിസ്കരിച്ച് ബാക്കിയുള്ള സമയത്ത് ടെററിസം നടത്താൻ ശ്രമിക്കും മതകൾ. അത് എന്താണ്? കളനാശിനിയാണ്. എപ്പോഴെങ്കിലും സീസണിൽ. നമുക്കോ ഭഗവാൻ പറയും, അതുകൊണ്ടാണ് ഇവിടെ ചിന്മയാനന്ദ മഹാരാജ് തസ്മാ സർവേഷു കാലേഷു മനുസ്മരയുധ്യജ, എപ്പോഴും ഗോപികമാരെ പോലെ എപ്പോഴും. ഇതാണ് മനസ്സുദീയാത് സദാ, എപ്പോഴും മനസ്സിൽ കൃഷ്ണൻ ഇങ്ങനെ അവതാരം ചെയ്യുന്നു. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം, മഹാഗൃഹസ്ഥനായ കൃഷ്ണനോടാണ്. എത്ര ഭാര്യമാർ? നമ്മളിത് ഒരു ഭാര്യനെ കൊണ്ട് തന്നെ എന്താണ് കഷായം കുട്ടിക്കുകയെന്ന്. അപ്പോൾ പിന്നെ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനോടാണ് ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും സോഷ്യൽ മീഡിയകളെ കൊണ്ടുമുള്ള പീഡനത്തിനിരയായ ആ സ്ത്രീ ഭഗവാനോട് പറയുകയാണ്, ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം. ആ കൃഷ്ണൻ്റെ പാദങ്ങൾ സ്മരിക്കുക മാത്രം മതി എനിക്ക്. എന്താ കാരണം? ഞാൻ നിലനിൽക്കുന്നത് ആ പാദത്തിലാണ്. ഞാൻ ജനിച്ചത് ആ പാദത്തിൽ നിന്നാണ്. ഞാൻ വളരുന്നത് ആ പാദത്തിലാണ്. എനിക്ക് ലയിച്ച് ചേരേണ്ടതും പദാരവിന്ദം. ഇവിടെയാണ് ഗോപികമാരുടെ പ്രേമം, പരമപ്രേമം. ഇതിന് ഫോളോവേഴ്സായി കഴിഞ്ഞാൽ നമുക്കും ആ സൗഭാഗ്യം അനുഭവിക്കാം. ഇനി യോഗേശ്വരൈ ഹൃദി വിചിന്യ മഖോധബോധം. യോഗേശ്വരനായ കൃഷ്ണൻ, ഗൃഹസ്ഥനായ കൃഷ്ണനോട് ഗോപികമാര് ആ ഗൃഹധർമ്മം, ആ ഭാര്യാധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടാണിത് കൃഷ്ണൻ്റെ കൂട്ടത്തിൽ പോകുന്നത്. അല്ലാതെ ഓടിച്ചാടി ടി വിയിൽ സോഷ്യൽ മീഡിയ കാണുന്നത് ഒളിച്ചോടും അല്ല ചെയ്യുന്നത്. ആ പുത്രിധർമ്മം, അച്ഛൻ്റെ മകളായിട്ടാണ് പോകുന്നത്. ആ മാതൃധർമ്മം, മക്കളുടെ അമ്മയായിട്ടാണ്. സഹോദരീധർമ്മം, ഇതെല്ലാം കുടുംബത്തിലിരുന്നുകൊണ്ട് ശ്രദ്ധിക്കണം, കുടുംബ പ്രാരബ്ധങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കൃഷ്ണനെ പ്രേമിക്കുന്നത്. ആ യോഗേശ്വരൈർ ഹൃദി വിചിന്യ മഖോദ, ഈ സർവയോഗങ്ങളുടെയും ഈശ്വരനാണ് കൃഷ്ണൻ. അപ്പോൾ ഈ യോഗിമാർക്ക്
നമ്മൾ നേരത്തെ അവിടെ പഠിച്ചു, ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ. ധ്യാനിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ പ്രസന്നവദനായിട്ട് കൃഷ്ണൻ അവതരിക്കുന്നു. അങ്ങനെയുള്ള യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്ന യോഗേശ്വരേ ഹൃദി വിചിന്യ, അവരുടെ ചിന്തകൾക്ക് പാത്രീഭൂതനായ ആ കൃഷ്ണൻ അഘാതബോധം, അഘാത ഗർത്തം എന്നൊക്കെ കേട്ടില്ല, അതുപോലെ അഘാതബോധമായിട്ട് എന്നിൽ കൃഷ്ണ നീ എപ്പോഴും വേണം, എൻ്റെ ബോധമായിട്ട് ബോധസ്വരൂപ. അമ്മമാർ കൃത്യമായിട്ട് ചൊല്ലുന്നില്ല, കാലം നീട്ടി വെച്ചിട്ട് സാന്താനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാവധി കേൾക്കാറില്ല. ആ ബോധം തന്നെ ഗുരുവായൂരപ്പൻ ആരാന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോധമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിലേക്ക് വളർന്നു വരണം നിങ്ങളും ഞാനും അടങ്ങുന്ന ഹിന്ദു സമൂഹം. സ്വർഗത്തിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും ബെഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതല്ല. നാരായണി എന്ന് പറഞ്ഞ ഗ്രന്ഥം നിങ്ങൾ തൊട്ടുന്നുണ്ടെന്നുണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ പൂജിക്കുന്ന ആ കൃഷ്ണ വിഗ്രഹത്തിലുള്ള ചൈതന്യമാണ് എൻ്റെ ബോധം. ഇത് പഠിച്ചുറച്ചു കഴിഞ്ഞാൽ യോഗേശ്വരൈർ ഹൃദി വിചിന്യ മഖാധബോധൈ. ഇനിയോ ഗേഹഞ്ജുഷാമപി. ഗേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഗൃഹമാണ്. അപ്പോൾ ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാഗവത ധർമ്മശാസ്ത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്താൽ പരസ്പരം കൂട്ടി യോജിക്കപ്പെട്ടതാണ്. ആ ലൈൻ നോക്കണം. ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്ന എന്താണ്, നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതുപോലെ സ്നേഹമാകുന്ന മൊബൈൽ കണക്ഷൻ എടുക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് വിടുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ദേഹഞ്ജുഷാമപി. ഇവിടെയാണ് ശ്രദ്ധിക്കണം, ഈ കുടുംബത്തിൽ ഈ പ്രേമാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ സംസാരകൂപപതിതോത്തരണാവലംബം. അപ്പോൾ ശ്രദ്ധിക്കണം, ആഹുശ്ചതേ നളിനനാഭപതാരവിന്ദം യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ജീവന്തി യേന പ്രയന്ത്യഭിശദ്വിശന്തി. കൃഷ്ണ യജുർവേദമാണിത് പറയുന്നത്. ഇത് വേദങ്ങളിലുള്ള ഈ മന്ത്രം ഇങ്ങനെ തന്നെ എടുത്ത് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഋഷി. എന്ത്? ആഹുശ്ചതേ നളിനനാഭപതാരവിന്ദം. യജുർവേദത്തിൽ പുരുഷ സൂക്തത്തിൽ പോയാൽ കൃത്യമായിട്ട് ഇത് പാദോസ്യ വിശ്വാൻ ഭൂതാനി ത്രിപാദസ്യാൽ അമൃതം ദിവി. ഇവിടെയാണ് അമൃതത്വമായ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെ? പാദാരവിന്ദങ്ങളിൽ. യോഗേശ്വരൈർ ഹൃദി വിചിന്ത. യോഗേശ്വരനായ ഋഷികളുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ ചിന്തനീയമായ, നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ധ്യാനത്തിൽ യോഗി ഹൃദ്ധ്യാനഗമ്യം, യോഗികളുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന ആ ചൈതന്യം. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര. ഭഗവത്ഗീത അവസാനിക്കുന്ന സമയത്തിൽ സർവ്വയോഗങ്ങളുടെയും ഈശ്വരനാകുന്ന. അപ്പോൾ ആ ഹൃദയ ഗുഹ ത്തിലെ ചിന്തനീയമായ ആ കൃഷ്ണൻ സംസാരകൂപപതിതോത്തരണാവലംബം. എവിടെയാണ് ഓരോ മനുഷ്യനും പതിക്കുന്നത് എന്ന് ഭാഗവതമയുടെ അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ഡേഞ്ചറസ് ഏരിയ ആണ്, ഇത് അപകടകാരിയാണ്. ടേക്ക് ഡീവിയേഷൻ, ബി കെയർഫുൾ എന്നുള്ള ബോർഡ് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഡീവിയേഷൻ നടത്തണം. എവിടെ? ഗൃഹാന്ധകൂപം. ഗൃഹം ഇപ്പോൾ നമ്മുടെയൊക്കെ വീട് ഗൃഹമാണ്. അത് അന്ധതയാണ്, പൊട്ട കിണറാണ്. ഇതിൽ വീണിട്ടാണ് ഉള്ളത്. ഇതിൽ വീണ് നമ്മൾ രക്ഷിക്കാൻ സാധാരണ പൊട്ടക്കിണറിൽ വീണ് കഴിഞ്ഞാൽ ആരെ വിളിച്ചാൽ രക്ഷിക്കും? അവർ വന്നിട്ട് ഫയർഫോഴ്സുകാരാ. ഗൃഹാന്ധകൂപത്തിൽ വീണ് കഴിഞ്ഞാൽ ഫയർഫോഴ്സുകാരെ വിളിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പതിച്ച് നശിക്കാതിരിക്കാൻ എന്ത് വേണം? ഭഗവാൻ ഭഗവത്ഗീതയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്താണ്? പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി.
എൻ്റെ ഭക്തന്മാരൊരിക്കലും പതിച്ച് നശിക്കൂല. ഭഗവാൻ ഈ സത്യപ്രതിജ്ഞ എടുത്തത് കൊണ്ട് തന്നെ ഗോപികമാരെ പോലെ ഭക്തിയോടുകൂടി പരമപ്രേമത്തോടുകൂടി ഭഗവാന്റെ ഭക്തയായി മാറണം നമ്മൾ ഓരോ മനുഷ്യരും. അപ്പോൾ ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ഇവിടെ പറയുന്നത്. ഋഷീശ്വരന്മാരുടെ കാര്യമല്ല. സംസാരകൂപ പതിതോദ്ധരണാവലംബം. ഈ കുടുംബത്തിൽ മുങ്ങിക്കുളിച്ച്, എന്താണ് നേരത്തെ പറഞ്ഞത് നമ്മൾ, വെടിക്കെട്ട് ശാലയാണ് കുടുംബം. ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് ലവ് ജിഹാദോ പ്രേമത്തിൻ്റെ കുരുക്കിലോ പെട്ടിട്ട് സ്വന്തം ഭാര്യമാർ തന്നെ 2300 മലയാളീസുകളാണ് ഓട്ടോറിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയത്. എന്താണ് ഏത് സമയത്താണ് കുടുംബത്തിൽ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. കൊണ്ടുപോയി തല കറങ്ങി വീണ്ടും കൊണ്ടുപോയി ഏതൊക്കെ ഭാഗത്ത് പറഞ്ഞ് ഉടനെ അമൃതയിലേക്ക് എടുത്ത്, അമൃതയിലേക്ക് വരുമ്പോൾ ബ്രെയിൻ ട്യൂമറിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലെൻസിനും ക്യാൻസർ. അയ്യോ, എന്താ ഇയാൾ എപ്പോഴും മുറുക്കും, സിഗരറ്റും വലിക്കും, ചുമ്മാ അല്ല. അപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വർഗീയ സുന്ദരമാകാൻ ആണ് സംസാരകൂപ പതിതോ അത്തരണാരവിന്ദം. ഇതിനെ തരണത്തിന് ഏക അവലംബം ഗഹഞ്ജുഷാമപി മനസ്സുദീയതാ. എന്താണ്? എൻ്റെ പ്രാണനായി എന്നെ ഉദ്ദീപിപ്പിക്കണമേ. എൻ്റെ പ്രാണനായി മനസ്സുദീയാത്, എൻ്റെ മനസ്സുരുദിക്കണമേ. എൻ്റെ ബോധമായി എന്നെന്നും നിലനിൽക്കുന്ന ചൈതന്യം ഗുരുവായൂരപ്പനാണെന്ന് തിരിച്ചറിയണം. അപ്പോഴോ ഇവിടെ ഒരു നല്ലൊരു ഒരു ഇത് മനസ്സുദീയാത്. ഹല്ലോ സൂര്യഭഗവാനെ, സൂര്യൻ രാവിലെ ഉയർത്തെഴുന്നേറ്റ് സൂര്യൻ തന്നെയാണ് സമസ്തവുമെന്ന് തിരിച്ചറിയണം. ഇതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഉദിക്കണം. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റൂല. അയ്യോ തിരുമേനി അതെന്താ? എടോ അവിടത്തേക്ക് കള്ളും കൊടുത്തലും കലശക്കുടത്തിലുള്ള വെള്ളത്തിനെ സൂര്യഭഗവാൻ റീസൈക്കിൾ ചെയ്ത് ആകാശത്തോണ്ട് ബഫർ സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമുക്ക് വർഷകാലത്ത് വെള്ളം തരുന്നല്ലേ? അതെ. ഇനി സൂര്യനിങ് ഉദിച്ചില്ല എങ്കിൽ, അതിൻ്റെ ടെമ്പറേച്ചറിങ് വന്നിട്ടില്ലെങ്കിൽ ഈ വെള്ളത്തിന് പകരം എന്തായിരിക്കും? ഐസും കട്ടയായിരിക്കും. വേണ്ട, അദ്ദേഹം ഉദിച്ചിട്ടില്ലെങ്കിലോ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വീഴുന്നങ്ങ് പോയി കഴിഞ്ഞാലോ ഇതും ഐസും കട്ടയായിരിക്കും. അതുകൊണ്ട് സൂര്യഭഗവാൻ ഉദിച്ചുയർന്ന് എല്ലാ പ്രപഞ്ചത്തെ മുഴുവൻ വിളിച്ചുണർത്തി ഊർജ്ജസ്വലമാക്കുന്നത് പോലെ, ഹേ കൃഷ്ണ ഗഹഞ്ജുഷാമപി, എൻ്റെ കുടുംബത്തിലേക്ക് വാടാ കൃഷ്ണ. നീ ഗുരുവായൂർ ഒളിച്ചിരിക്കാതെ, നീ ബദരിനാഥിൽ ഒളിച്ചു പോയിട്ട് തപസ് ചെയ്യാതെ, നീ ഉടുപ്പിയിൽ പോയിട്ട് ഉണ്ണിക്കണ്ണനായിട്ടിരിക്കാതെ എൻ്റെ ഗൃഹത്തിലോട്ട് വാ. ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ. അപ്പം ഗേഹം ജുഷാമപി, എൻ്റെ കുടുംബത്തിൽ വന്നിട്ടോ എൻ്റെ മനസ്സിലുദിക്കൂ സൂര്യനുദിക്കുന്ന പോലെ. എന്നിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ വിളിച്ചുണർത്തുന്നത് പോലെ എൻ്റെ ഓരോ കോശങ്ങളിലും ബോധമായി, പ്രാണനായി, പ്രാണ ഊർജമായി, കോസ്മിക് എനർജിയായി, വലിച്ചെടുക്കുന്ന ഓക്സിജനായി ഓരോ കോശങ്ങളിലും പോയി ഉണരേണമേ മനസ്സുദീയത. എപ്പോൾ? സദാ സദാ സദാ, എപ്പോഴും ഉണർന്ന് ഉയർന്നുയരണമേ. എൻ്റെ മനസ്സായി, എൻ്റെ ബുദ്ധിയായി, എൻ്റെ ജീവിതശൈലി ഇനി മുതൽ ഞാൻ അടിമുട്ടി ഒരു പരിവർത്തനം. ജീവിതമല്ല, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടല്ല, അതൊക്കെ വെസ്റ്റേൺ കൺട്രീസാണ്. നമുക്ക് ജീവിതശൈലിയാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ കേട്ടില്ലേ? പുതിയ ഏത് രോഗത്ത് പറയും ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ആദ്യം പറയും ബീഫ് കഴിക്കുന്നുണ്ടോ, നിർത്തിക്കോളൂ. മദ്യപിക്കുന്നുണ്ടോ, നിർത്തിക്കോളൂ. പുകവലിക്കുന്നുണ്ടോ, നിർത്തിക്കോളൂ. റെഡ് മീറ്റ് കഴിക്കുന്നുണ്ടോ, നിർത്തിക്കോളൂ. ചിക്കൻ കഴിക്കുന്നുണ്ടോ, അയ്യോ കഴിക്കരുത്. KFCയിൽ പോകണ്ടോ, അയ്യോ ഇനി പോകരുത്, ക്യാൻസർ വരും. ഇങ്ങനെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. ഇതിനാണ് ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചത്. മനസ്സിലായില്ലേ?
കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്ര അത്യുത്തമം. ഹിന്ദുക്കളല്ലേ? അപ്പോൾ കേൾക്കാൻ തരവില്ല, ഗുരുദേവൻ ഒട്ടും കേൾക്കാൻ തരവില്ല. എടുത്ത് നോക്കണം കേട്ടാ. ജീവകാരുണ്യ പഞ്ചകം. മുൻ ശബരിമല മേശാന്തി കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകൻ 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ ഗുരുദേവൻ ഇത് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പറയുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ കുമാർഗോട്ടിനോട് ചോദിക്കോ, യൂട്യൂബിനോട് ചോദിച്ചോ, പിന്നെ വേറെ ഏതൊക്കെയാ സോഷ്യൽ അവരോട് ചോദിച്ചാൽ അവർ പറയും, വേറെ ആരും പറഞ്ഞു തരില്ല. ഏതായാലും ശരി, ഈ മനസ്സിൽ കൃഷ്ണൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. പിന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം വരും. നമ്മുടെ ഭാര്യയോട് ഒരിത്തിരി ഇവിടെ ഇൻറ്റിമസി ഉണ്ടാവും. നമ്മളെ ഭർത്താവിനോട് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. നമ്മളെ മക്കളെ നിലത്തിരിക്കാൻ വിടില്ല, ചേർന്നകത്തിരിക്കാൻ വിടില്ല, മടിയിലിരുത്തും. നമ്മൾ അച്ഛനോടും അമ്മയോടും കണ്ടു കഴിഞ്ഞാൽ ഒരു സാഷ്ടാംഗ നമസ്കാരവും അവരെ കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മയും കൊടുക്കും. നമ്മൾ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എടാ നിനക്ക് എന്താടാ വേണ്ടത്, ഞാനില്ലടാ, നീ എന്തിനാടാ. അവർ തകരുന്ന സമയത്ത് നമ്മൾ ഉയരും, നമ്മൾ വളരും, അവരെയും നമ്മൾ കൈപിടിച്ചുയർത്തും. ഇതാണ് ഭാഗവത ധർമ്മം. അപ്പോൾ ഈ നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള മാറ്റം വരും. അപ്പോൾ നമ്മൾ പരസ്പരം കാണുമ്പോൾ വിഷ് ചെയ്യുമ്പോൾ അതിനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇത്ര അർത്ഥമല്ലോ, നോ മമ ഞാനില്ല, പിന്നെ നമ്മളേ ഉള്ളൂ, എന്നിലെ ചൈതന്യം നിന്നത്. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും തൊഴുമ്പോഴോ ഒരു സിംപ്ലിസിറ്റി. ഇവിടെ ശ്രദ്ധിക്കൂ, സിംപ്ലിസിറ്റി ഇവിടെ ഈ സിംപ്ലിസിറ്റി വരുമ്പോൾ ഒന്ന് ചെറുതാവും. നമ്മൾ തൊഴുമ്പോൾ കണ്ടില്ലേ, 2 വിരലുകൾ ചെറുതാവുമ്പോൾ നമ്മുടെ ഉള്ളിലോ കൈക്കടിക്കും. അവർ തമ്മിലുള്ള ബന്ധം ഋഷീശ്വരൻ്റെ വിഷനും മിഷനുമാണ്. അപ്പോൾ അങ്കുഷ്ടമാത്ര പുരുഷാന്തരത്മസദോ തതോ ജനാനാം ഹൃദയേ സന്നിവിഷ്ടം. ഹൃദയത്തിൽ ഈ കൃഷ്ണൻ വന്നിരിക്കും, ബോധത്തിൽ കൃഷ്ണനിരിക്കും. അപ്പോൾ നമ്മൾ കൃഷ്ണനായി മാറും. ഭ്രമര കീടന്യായം എന്ന് പറയും വേദത്തിൽ. അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ വിശദമായി പറയാൻ സമയമില്ല. ഭ്രമര കീടന്യായം. അപ്പോൾ കൃഷ്ണനായി മാറി നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സ് എപ്പോഴും തളരുന്ന സമയത്ത് ഉയരും, പതറുന്ന സമയത്ത് വളരും. അപ്പോൾ ഈ ഡിസ്റ്റർബ്ഡ് മൈൻഡിനെ ഡിസ്റ്റർബ് മുഴുവൻ അങ്ങോട്ട് മാറും. അപ്പോഴോ മനസ്സൊരു സമനിലയിൽ എപ്പോഴും നിൽക്കും. സമനില തെറ്റാത്ത ജീവിതം മുന്നോട്ട് നയിക്കും. അപ്പോൾ ഈ മനസ്സ് പതറില്ല എന്ന് പറയുമ്പോൾ എനിക്ക് കൃഷ്ണൻ ചേട്ടന് ഓർമ്മ വരുന്നത്, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ചഞ്ചലംഹ്യ മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ ദുഷ്കൃതം. വായുവിനെ ആർക്കും കെട്ടിയിടാനാവില്ല. ഇതുപോലെ എൻ്റെ മനസ്സ് പതറുന്ന്, ഇനി ഞാൻ എന്താ വേണ്ട കൃഷ്ണ എന്നാണ്. അപ്പോൾ ആണ് കൃഷ്ണൻ പറയുന്നത്, അഭ്യാസേനത് കൗന്ദേയ, ഹേ കുന്തിപുത്ര, നിനക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞാൽ എന്താണ്? ഹേ രാധേശ്യാം, എന്ത്? ഹേ രാധേശ്യാം, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. വെളുപ്പിന് 4 മണി മുതൽ 6 മണി വരെ എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെ ചൊല്ലലാന്ന് പണി. ആ മനഃശക്തിയിൽ നിന്നും ആ മനക്കരുത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ റിസർവോയറായ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച 4 വേദ എസൻസാണ് ഈ മന്ത്രം. ഈ മന്ത്രം നിങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഇല്ലത്ത് ആട്ടുകല്ലുണ്ടാവും. ആട്ടുകല്ല് കഴുകുന്ന പോലെ, ഗ്രൈൻഡർ കഴുകുന്ന പോലെ ഇങ്ങനെ ജപിച്ച്, അഭ്യാസേനത് കൗന്ദേയ, കുന്തിപുത്ര, നീ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നാമം ജപിച്ച് ആ നാമബലം. ഇപ്പം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് ജപിക്കുകയായി, നമ്മളെ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് ജപിക്കുകയായി, നമ്മൾ അമ്മ ജപിക്കുകയായി, നമ്മളെ കുടുംബം മുഴുവൻ അങ്ങോട്ട് ഉയരുകയായി. അപ്പം സംസാര കോപപതിതോ തരണാവലംബം, സംസാരമാകുന്ന പൊട്ടക്കിണറിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ഫയർഫോഴ്സായി, ഏണിയായി, പാരിച്ചൂട്ടായി നമുക്ക് ഈ കൃഷ്ണനാമം തന്നെ വേണം കമ്പൽസറി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിച്ചാൽ മതി. അപ്പോൾ മനോബലവും മനോഊർജവും മനക്കരുത്തുമുള്ള 110 kV ലവ് സബ്സ്റ്റേഷൻ. എന്താണ്? 110 kV ലവ് സബ്സ്റ്റേഷനായി മാറും നമ്മുടെ കുടുംബം. അപ്പോഴവിടെയുള്ള നടക്കുന്ന സംഭവമാണ്
ഭഗവാന്റെ രാസക്രീഡ, ഭഗവാന്റെ രാസലീല ഇനി വിശദമായിട്ട് നിങ്ങൾക്കറിയാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മുകളിലും താഴത്തുമുള്ള വീഡിയോകൾ മുഴുവൻ കാണുക, കേൾക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുടുംബം ഗുരുവായൂർ ക്ഷേത്രമാക്കി നമ്മൾ ഉയർത്തണം. നമ്മുടെ കുടുംബം ബദരീനാഥാക്കി മാറ്റണം. നമ്മുടെ കുടുംബം തന്നെയാണ് ശബരിമല സന്നിധാനമാക്കി ഉയർത്തണം. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദോപാസനയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് വളരെ പ്രേമപൂർവ്വം ഇത് പറയുന്നത്. ദയവ് ചെയ്ത് ഇതിനൊരു മാറ്റം വരുത്തരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അടുത്തുള്ള വീഡിയോകൾ ഇതിന് മുന്നിലുള്ള കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് തീരും. അഭിഹി ഇത് വേദാന്ത ദിണ്ടിമാഹ, ഇതാണ് വേദത്തിൻ്റെ പെരുമ്പറഘോഷം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണമയ്യപ്പ.